بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد فأوصيكم وإياي أولا بتقوى الله. بسم الله الرحمن الرحيم. قال اجعلني على خزائن الأرض إني حفيظ عليم. صدق الله العلي العظيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ അഹ്ലുസുഫ ഹദീസ് പഠനവേദിയിലെ മുഹിബ്ബീങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഹദീസ് عن أبي هاشم ابن عتبة رضي الله عنه أنه قال عهد إلي رسول الله صلى الله عليه وسلم قال إنما يكفيك من جمع المال خادم ومركب في سبيل الله. റവാഹു അഹ്മദ്. പരിശുദ്ധമായ ഈ ഒരു ഹദീസിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, മനുഷ്യരെല്ലാം സ്ഥാനമോഹങ്ങൾ വെച്ച് നടക്കുന്നവരാണ്. അതവൻ്റെ കൂടപ്പിറപ്പാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും ഉള്ള സ്ഥാനത്തേക്കാൾ ഉയർന്ന സ്ഥാനത്തേക്ക് കയറിയിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ദുനിയാവിലെ സ്ഥാനമാനങ്ങൾ നമ്മുടെ ഈമാൻ നശിപ്പിക്കാൻ കാരണമാവരുത്. ആഖിറത്തിൽ കിട്ടുന്ന സ്ഥാനമാനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഹബ്ബുൽ മാലി വശറഫി യുംബിതാനിൻ നിഫാഖ ഫിൽ ഖൽബ് കമാ യംബുതുൽ മാഉൽ ബഖൽ. രണ്ട് കാര്യങ്ങൾ, ഹബ്ബുൽ മാലി വശറഫ്, സമ്പത്തിനെ ഇഷ്ടപ്പെടലും സ്ഥാനമാനങ്ങളെ ഇഷ്ടപ്പെടലും മനുഷ്യഹൃദയത്തിൽ കാപട്യത്തെ മുളപ്പിച്ച് കളയുന്നതാണ്. വെള്ളം വിത്തിനെ മുളപ്പിക്കുന്നത് പോലെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ ഇത് രണ്ടുമാണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ. ഒന്ന് സമ്പത്ത്, മറ്റൊന്ന് സ്ഥാനമാനങ്ങൾ. അതാണായാലും പെണ്ണായാലും എനിക്ക് വലിയ സ്ഥാനം കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതെങ്ങനെ സമ്പാദിക്കുന്നു എന്നവൻ നോക്കാറില്ല. സ്ഥാനമാനങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നവൻ നോക്കാറില്ല. ഏതെങ്കിലും വിധത്തിൽ എന്നെ ആദരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനതയായിട്ട് ഇന്നത്തെ കാലം തന്നെ മാറിയിട്ടുണ്ട്. സത്യവിശ്വാസികളായ ഹൃദയത്തിൽ അതുണ്ടാവാനേ പാടില്ലതാനും. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹസ്ബം മിനശ്ശർ അയ്യുശീറ അന്നാസു ഇലൈഹി ബിൽ അസ്വാബി ഫീ ദീനിഹി വദുനിയാ. ഒരു മനുഷ്യനിക്ക് ബുദ്ധിമുട്ടാവാൻ, അവൻ നശിച്ചു പോവാൻ കാരണമായിട്ട് ആളുകളൊക്കെയും ഒരാളുടെ ദീനും ദുനിയാവും നോക്കിയിട്ട് അവനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന അവസ്ഥ വന്നാൽ മതി എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും അവനെത്ര നല്ല ആളാണ് എന്ന് ചൂണ്ടിപ്പറയുക, അവനെത്ര മുതലാളിയാണ് എന്ന് പറയുന്ന അവസ്ഥ വന്നാൽ നശിക്കാൻ അത് തന്നെ മതി എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ദിവസം രാവിലെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നുപോയി.
ക്ഷീണം കൂടിയപ്പോൾ ഒരു പള്ളിയിൽ കിടന്നുറങ്ങുകയാണ്. അന്ന് അദ്ദേഹത്തിന് കലശമായ വയറുവേദന അനുഭവപ്പെടുന്നുമുണ്ട്. ക്ഷീണത്താൽ കിടന്നുറങ്ങിയതാണ്. ആ പള്ളിയിലെ മുഅദ്ദിൻ അദ്ദേഹത്തിന്റെ കാലിൽ വന്ന് ചവിട്ടിയിട്ട് ഉറക്കിൽ നിന്ന് തട്ടിയുണർത്തി. മാത്രമല്ല, പള്ളിയിൽ കിടന്നുറങ്ങുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ നിന്ന് വലിച്ചു പുറത്തിട്ട് പള്ളിയിൽ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയുകയാണ്, ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ യാത്രയിൽ എനിക്ക് ഏറ്റവും സുഖവും സന്തോഷവും തോന്നിയ ഒരു യാത്ര അന്നത്തെ ആ യാത്രയേക്കാൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം മഹാനവറുകൾ പറയുകയാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ അദ്ദേഹത്തിനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇബ്രാഹിം ഇബ്നു അദ്ഹമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം എന്നെ ആദരിക്കുമായിരുന്നു, ബഹുമാനിക്കുമായിരുന്നു. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ എത്ര ഭാഗ്യവാനാണ് എന്ന് മഹാനായ ഇബ്രാഹിം തങ്ങള് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മഹാന്മാരായ ആളുകൾ അങ്ങനെയായിരുന്നു. അവർ പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ആരുടെ മുമ്പിലും ആഗ്രഹിക്കാത്തവരാണ്. ഇന്നമാ ഹലാകുന്നാസി ബിത്തിബാഇൽ ഹവാ വഹുബ്ബിസ്സനാ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, ജനങ്ങൾക്ക് നാശം സംഭവിക്കുന്നത് അവന്റെ തടിയിച്ഛകളോട് പിൻപറ്റൽ കൊണ്ടാണ്. നിന്റെ ശരീരം എന്താണോ കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്യൽ കൊണ്ടാണ്. വഹുബ്ബിസ്സനാ, സ്തുതിച്ച് പറയലിനെ ഇഷ്ടപ്പെടൽ കൊണ്ടുമാണ്. മറ്റുള്ളവർ എന്നെ ഇങ്ങനെ സ്തുതിച്ച് സ്തുതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ഇഷ്ടപ്പെടൽ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. വഹുബ്ബുൽ മാലി മൻശഉ കുല്ലി ഫസാദ്. സർവ്വതിന്മകളുടെയും ഉത്ഭവം സമ്പത്തിനെ സ്നേഹിക്കലാണ്. സമ്പത്തുണ്ടാവലല്ല, സമ്പത്തിനോട് ഹൃദയത്തിൽ വല്ലാതെ ബന്ധമുണ്ടാവലാണ് സർവനാശത്തിൻ്റെയും തുടക്കമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സ്നേഹമൊക്കെ അപകടമായി വരുന്നത് എല്ലാം ദുനിയാവിന് വേണ്ടി മാത്രമാകുമ്പോഴാണ്. എന്നാൽ ഒരു മനുഷ്യൻ ആഖിറത്തിൽ വലിയ സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, വലിയ മുതൽക്കൂട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും മോശമല്ല. മാത്രവുമല്ല, ആഖിറത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ദുനിയാവിൽ ലഭിക്കുന്ന ചില സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതും തെറ്റല്ല. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. മഹാനവറുകൾ അവസാനം പറയുന്നുണ്ട്, ഈജിപ്തിൽ വെച്ചിട്ട് ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർദ് ഇന്നി ഹഫീളുൻ അലീം. ഭൂമിയുടെ ഖജനാവിന്റെ സൂക്ഷിപ്പ് സ്വത്ത് അത് എന്നെ ഏൽപ്പിച്ചു തന്നാലും ഇന്നി ഹഫീളുൻ അലീം, ഞാനത് കൃത്യമായി സൂക്ഷിച്ചു കൊള്ളാം, എനിക്കറിയാം അതെന്ത് ചെയ്യണമെന്ന്. അദ്ദേഹം ചോദിച്ചു വാങ്ങുകയാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഒരു പ്രതിസന്ധി വരാൻ പോവുകയാണ്. ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ നിർവഹിച്ചു കൊള്ളാം. അത് ഇവിടെ നിർവഹിച്ചാൽ ആഖിറത്തിൽ വലിയ പുണ്യം കിട്ടുന്ന അമലാണ് എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ഉത്തരവാദിത്തം തന്നെ, ഒരു സ്ഥാനം തന്നെ ചോദിച്ചു വാങ്ങുന്നത്. അത് തെറ്റുമല്ല. ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഏത് സ്ഥാനമാനങ്ങളും ദുനിയാവിൽ നമുക്ക് നേടിയെടുക്കാവുന്നതാണ്. മഹാനായ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ. മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അതുപോലെ നിങ്ങളും പറയണേ. എന്നിട്ട് സുമ്മ സല്ലു അലയ്യ, എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം.
فإنه من صلى علي صلاة صلى الله عليه بها عشرا എൻ്റെ മേൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവനിക്ക് 10 റഹ്മത്ത് ചെയ്യുമെന്നാണ്. എന്നിട്ട് പറയുന്നു സുമ്മ സലുല്ലാഹ ലിൽ വസീല, എനിക്ക് വേണ്ടി നിങ്ങൾ വസീലയെ ചോദിക്കണം. അത് സ്വർഗത്തിലുള്ള ഒരു ഉന്നതമായ സ്ഥാനമാണ്. അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരടിമക്ക് അല്ലാഹു അത് നൽകാതിരിക്കില്ല. വഅർജു അൻ അകൂന അന ഹുവ, ആ ഉന്നതമായ സ്ഥാനത്ത് കയറിയിരിക്കുന്ന ആൾ ഞാനാവണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ആ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഫമൻ സഅലൽ വസീല, ഈ വസീലയെ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ, എനിക്ക് വേണ്ടി ചോദിച്ചാൽ, ഹല്ലത്ത് ലഹു ശഫാഅ, അവനിക്ക് എൻ്റെ ശഫാഅത്ത് വന്ന് കിട്ടുന്നതാണ്, എൻ്റെ ശഫാഅത്ത് അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിന് ശേഷം നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിലുണ്ട് ഈ ദുആ. ഇത് അല്ലാഹുവിന് വേണ്ടി സ്ഥാനമാനങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്ഥാനമാനങ്ങൾ നേടിക്കിട്ടാൻ ചോദിക്കുകയാണ്. പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരലോകത്ത് ആർക്കെങ്കിലും വലിയ ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ 2 യോഗ്യതകൾ ചുരുങ്ങിയത് അത്യാവശ്യമാണ്. ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് ഇഹ്തിസാബാണ്. കൂലി ആഗ്രഹിക്കണം, വിശ്വാസം നമുക്ക് വേണം, അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിക്കണം, ഇഖ്ലാസോടുകൂടി ചെയ്യണം. എന്നാലേ നമ്മുടെ എല്ലാ അമലും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, സ്വാറത്ത് ഉമ്മത്തി സലാസു ഫിറഖ്, എൻ്റെ സമുദായം 3 വിഭാഗമായി വരുന്നതാണ്. ثلاث فرق فرقة يعبدون الله خالصا, നിഷ്കളങ്കരായി ഇഖ്ലാസോടുകൂടി അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം യഅ്ബുദൂന അല്ലാഹ റിയാ, ലോകമാന്യത്തിന് വേണ്ടി, ആളുകൾ കാണാൻ വേണ്ടി അല്ലാഹുവിനെ ആരാധിച്ച വിഭാഗം. മൂന്നാമത്തെ വിഭാഗം വഫിറഖത്തുൻ യഅ്ബുദൂന അല്ലാഹ യുസീബൂന ബിഹി ദുനിയാ, ദുനിയാവ് ലഭിക്കാൻ വേണ്ടി അല്ലാഹുവിനെ ആരാധിച്ച ഒരു ടീമുണ്ട്. ഇങ്ങനെ 3 വിഭാഗം ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ദുനിയാവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത ആളുകളെ കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും, നീ എന്തിനാണ് ഇബാദത്ത് ചെയ്തത്? അവൻ പറയും, ദുനിയാവിന് വേണ്ടി. അല്ലാഹു പറയുമെന്നാണ്, ഇൻതലിഖൂ ബിഹി ഇലന്നാർ, നരകത്തിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകൂ. രണ്ടാമത്തെ ആൾ റിയായിന് വേണ്ടി ചെയ്ത ആളാണ്, അവനെയും കൊണ്ടുവരും. എന്നിട്ട് അവനോടും അപ്രകാരം തന്നെ പറയപ്പെടും. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, ഖാലിസായ നിഷ്കളങ്കരായി അല്ലാഹുവിന് വേണ്ടി ഇബാദത്തെടുത്തവർ. അവര് മാത്രമേ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുകയുള്ളൂ. അവനോട് ചോദ്യം ചോദിച്ചാൽ അല്ലാഹുവിനോട് അവൻ മറുപടി പറയും, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഇബാദത്തെടുത്തത്, മറ്റൊരു ഉദ്ദേശവും എനിക്കുണ്ടായില്ല, എനിക്കൊരു സ്ഥാനമാനവും ഞാൻ അതുകൊണ്ട് ആഗ്രഹിച്ചിട്ടേ ഇല്ല. അല്ലാഹു പറയുമെന്നാണ്, സ്വദഖ അബ്ദീ, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ഇൻതലിഖൂ ബിഹി ഇലൽ ജന്ന, അവനെയും കൊണ്ട് സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകൂ എന്ന് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസികളായ നമ്മൾ ഈ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദുനിയാവിൽ ഏത് സ്ഥാനമാനങ്ങൾ കിട്ടിയാലും നമുക്ക് പ്രയോജനമുണ്ടാവില്ല.
ആഖിറത്തിലാണ് സ്ഥാനമാനങ്ങൾ കിട്ടേണ്ടത്. ഇബാദത്തുകൾ ധന്യമാവണം, അത് ഇഖ്ലാസോടെയാവണം. മഹാനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതും അതാണ്. മഹാനായ അബൂ ഹാശിം ഇബ്നു ഉത്ബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇന്ന് പഠിക്കേണ്ടത്. അദ്ദേഹം പറയുകയാണ്, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് പറഞ്ഞു, ഇന്നമാ യക്ഫീക മിൻ ജംഇൽ മാൽ, നീ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ നിനക്ക് മതിയാകുന്നതാണ്. ഖാദിമുൻ, ഒരു സേവകൻ, നിനക്കൊരു സേവകൻ മതി. വമർകബുൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യാനുള്ള ഒരു വാഹനവും നിനക്ക് മതി. ഇൽമു പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ പോകുവാൻ, അതല്ലെങ്കിൽ ഹജ്ജിന് പോകുവാൻ, മറ്റ് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും യാത്ര ചെയ്യാനുമുള്ള ഒരു വാഹനവും നിനക്ക് മതി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ഖാലിസായ ഖൽബ് അല്ലാഹു നൽകട്ടെ. ഈമാൻ അല്ലാഹു നമുക്ക് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അവസാനം ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.